ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, പ്രവാചകന്റെ പള്ളി, ഫജർ നമസ്കാരത്തിന്റെ ആ ശാന്തമായ നിമിഷം. പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം അവിടെ മുഴങ്ങുകയാണ്, ഒരു പിടികിട്ടാ പുള്ളിക്ക് അഭയം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ആരായിരുന്നു ആ സ്ത്രീ? ഒരു സ്ത്രീയുടെ വാക്കിനും, അതും പ്രവാചകന്റെ സദസ്സിൽ, അത്രയധികം വിലയുണ്ടാകാൻ കാരണമെന്താണ്? വരൂ, നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് സ്നേഹത്തിനും വിശ്വാസത്തിനും ഇടയിൽപ്പെട്ടുപോയ ഒരു ജീവിതം. വർഷങ്ങളോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങളുടെയും ക്ഷമയുടെയും ഒരു അവിശ്വസനീയമായ കഥയാണിത്. അപ്പോ ഈ കഥയുടെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. ഇസ്ലാം വരുന്നതിനു മുമ്പുള്ള കാലത്തേക്ക് അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. സൈനബ് ആരായിരുന്നു എന്നല്ലേ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പ്രിയപത്നി ഖദീജയുടെയും റായുടെയും മൂത്ത മകളായിരുന്നു. അവരുടെ ആദ്യത്തെ കൺമണി. ആ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവുമൊക്കെ ആവോളം അനുഭവിച്ചാണവർ വളർന്നുവന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞത് അവരുടെ തന്നെ കസിനായ അബുലാസിനെയാണ്. മക്കയിലെ എല്ലാവരും പറയുമായിരുന്നു, അവരെപ്പോലെ സ്നേഹത്തോടെ കഴിയുന്ന മറ്റൊരു ദമ്പതികളില്ലെന്ന്. പക്ഷേ അവരുടെ ജീവിതമാകെ മാറിമറിയുന്നത് പ്രവാചകന് ദൈവിക സന്ദേശം കിട്ടിയതോടെയാണ്. സൈനബ് ഒരു മടിയും കൂടാതെ പുതിയ വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ ഭർത്താവ് അബുലാസ്, അദ്ദേഹം തന്റെ പഴയ വിശ്വാസങ്ങളിൽ തന്നെ ഉറച്ചുനിന്നു. ഒന്നാലോചിച്ചു നോക്കൂ, സ്നേഹം കൊണ്ടൊന്നായിരുന്ന ആ കുടുംബം വിശ്വാസത്തിന്റെ പേരിൽ രണ്ടായി പിരിയുകയാണ്. അവരുടെ സ്നേഹബന്ധം നേരിട്ട് ഏറ്റവും വലിയ പരീക്ഷണം വരുന്നത് ഒരു യുദ്ധക്കളത്തിൽ വെച്ചാണ്. അവിടെ അവരുടെ സ്നേഹം മാത്രമല്ല, ഓർമ്മകൾ പോലും പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ കാലം മുന്നോട്ടുപോയി. പ്രവാചകനും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. സൈനബും തന്റെ പിതാവിന്റെ കൂടെ മദീനയിലേക്ക് പോയി. പക്ഷേ അബുലാസ് മക്കയിൽ തന്നെ തുടർന്നു. പിന്നെ ചരിത്രത്തിലെ നിർണായകമായ ആ ബദർ യുദ്ധം നടന്നു. അവിടെ ഭർത്താവും ഭാര്യയും ശത്രുപക്ഷത്താണ് കണ്ടുമുട്ടുന്നത്. അബുലാസ് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. ഒടുവിൽ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടു. അന്നത്തെ ഒരു രീതിയനുസരിച്ച് യുദ്ധത്തടവുകാരെ മോചിപ്പിക്കാൻ അവരുടെ കുടുംബക്കാർ മോചനദ്രവ്യം കൊടുക്കണം. അതുപോലെ അബുൽ ആസിനെ മോചിപ്പിക്കാനും മക്കയിൽ നിന്ന് മോചനദ്രവ്യം എത്തി. അങ്ങനെ മോചനദ്രവ്യമായി വന്ന സാധനങ്ങളെല്ലാം നോക്കുന്നതിനിടയിൽ ഒരെണ്ണം പ്രവാചകന്റെ കയ്യിലെത്തി. അത് കണ്ടതും അവിടത്തെ കണ്ണുകൾ നിറഞ്ഞുപോയി. എന്തായിരിക്കും അത്? ഒരു സാധാരണ വസ്തുവിന് പ്രവാചകനെ ഇത്രയധികം വിഷമിപ്പിക്കാൻ കഴിയുമോ? അതൊരു മാലയായിരുന്നു. പക്ഷേ അതങ്ങനെയൊരു സാധാരണ മാലയായിരുന്നില്ല. അത് സൈനബിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹത്തിന് അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ സമ്മാനിച്ചതായിരുന്നു. വർഷങ്ങൾക്കു മുൻപ് ഈ ലോകം വിട്ടുപോയ തന്റെ പ്രിയപത്നി ഖദീജയുടെ ഓർമ്മകൾ ആ ഒറ്റ മാലയിൽ പ്രവാചകൻ കണ്ടു. തന്റെ ഭാര്യയുടെ ആ ഓർമ്മ പ്രവാചകനെ വല്ലാതെ ഒലിച്ചു. അദ്ദേഹം തന്റെ അനുയായികളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് അബുലാസിനെ മോചനദ്രവ്യമൊന്നുമില്ലാതെ വിട്ടയച്ചാലോ? എന്നിട്ട് ഈ മാല നമ്മുടെ മകൾ സൈനബിന് തിരികെ കൊടുക്കാം. എല്ലാവരും അത് സന്തോഷത്തോടെ സമ്മതിച്ചു. പക്ഷെ പ്രവാചകൻ ഒരു കണ്ടീഷൻ വെച്ചു. മക്കയിൽ തിരികെ എത്തിയാൽ ഉടൻ സൈനബിനെ മദീനയിലേക്ക് അയക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രഭാതത്തിലേക്ക് പോകാം. സൈനബിന്റെ ജീവിതത്തിലെ ആ നിർണായക നിമിഷത്തിലേക്ക്. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. അബുലാസ് ഒരു കച്ചവടയാത്ര കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്നു. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സംഘം ആക്രമിക്കപ്പെട്ടു. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ജീവനും കൊണ്ട് ഓടിയയാൾക്ക് അഭയം തേടാൻ ഒരിടമേ ഉണ്ടായിരുന്നുള്ളൂ, മദീന. ഇത്തവന്റെ പക്ഷേ അയാളൊരു യുദ്ധത്തടവുകാരനായിട്ടല്ല വന്നത്, മറിച്ച് ജീവൻ രക്ഷിക്കാൻ സഹായം ചോദിച്ചെത്തിയ ഒരു അഭയാർത്ഥിയായിട്ടാണ്. ഇവിടെ നമ്മൾ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നിയമത്തെക്കുറിച്ചറിയണം. ജിവാർ എന്നാണതിന്റെ പേര്. അതായത്, ഒരാൾ മറ്റൊരാൾക്ക് ഞാൻ നിനക്ക് സംരക്ഷണം നൽകുന്നു എന്ന് വാക്കുകൊടുത്താൽ പിന്നെ ആ ഗോത്രത്തിലുള്ള എല്ലാവരും അത് അംഗീകരിക്കണം. അതൊരു എഴുതപ്പെട്ട നിയമത്തേക്കാൾ ശക്തമായിരുന്നു. അപ്പോ ആ പ്രഭാതം പ്രവാചകൻ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോഴാണ് പള്ളിയുടെ പിന്നിൽ സ്ത്രീകൾക്കിടയിൽ നിന്ന് ആ ശബ്ദമുയർന്നത്, ഞാൻ അബുൽ ആസ് ഇബ്നു റബീന് സംരക്ഷണം നൽകിയിരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞതും പ്രവാചകൻ അനുയായികളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ കേട്ടത് നിങ്ങളും കേട്ടോ? അവരെല്ലാം അതെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഏറ്റവും താഴെയുള്ള ഒരു മുസ്ലിം നൽകുന്ന സംരക്ഷണം പോലും നമ്മളെല്ലാവരും മാനിക്കണം. അങ്ങനെ തന്റെ മകളുടെ ആ ധീരമായ തീരുമാനത്തെ അദ്ദേഹം അംഗീകരിച്ചു. അവളുടെ വാക്കിന് വില നൽകി. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതൊരു ക്ലൈമാക്സ് ആയിരുന്നെങ്കിലും യഥാർത്ഥ സന്തോഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
വർഷങ്ങളായുള്ള സൈനബിന്റെ ക്ഷമയ്ക്കും പ്രാർത്ഥനയ്ക്കും ഫലം കാണേണ്ടിയിരുന്നു. അങ്ങനെ പ്രവാചകന്റെ സംരക്ഷണം കിട്ടിയ അബുലാസ് നേരെ മക്കയിലേക്ക് തിരിച്ചുപോയി. അവിടെ തനിക്ക് കൊടുത്തു തീർക്കാനുള്ള കടങ്ങളെല്ലാം കൊടുത്തു, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി. എന്നിട്ട് മക്കയിലെ ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു മുസ്ലിമായി മദീനയിലേക്ക് മടങ്ങി. വർഷങ്ങളോളം അവർ ക്ഷമിച്ചു. തന്റെ വിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഭർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ക്ഷമയ്ക്ക് അല്ലാഹു പ്രതിഫലം നൽകി. പരിശുദ്ധ ഖുർആൻ പറയുന്നതുപോലെ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അതായത് ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടും. അങ്ങനെ അബുലാസ് മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും ഒരുമിപ്പിച്ചു. ആലോചിച്ചു നോക്കൂ, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വേദന, പരീക്ഷണങ്ങൾ എല്ലാത്തിനും ശേഷം അവരുടെ സ്നേഹം വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോ സൈനബിന്റെ ഈ ജീവിതകഥ വെറുമൊരു ചരിത്രം മാത്രമല്ല, അല്ലേ? ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തലമുറകൾക്ക് വേണ്ട പാഠങ്ങളുടെ ഒരു ഖജനാവ് തന്നെയാണിത്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? 1. തന്റെ വിശ്വാസത്തിലുള്ള ആ ഉറച്ച നിലപാട്. 2. എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും ഭർത്താവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും. പിന്നെ ആ നിർണായക നിമിഷത്തിൽ അവർ കാണിച്ച ധൈര്യം. എല്ലാത്തിനും മുകളിൽ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ആ അസാമാന്യമായ ക്ഷമ അഥവാ സബർ. അവസാനമായി സൈനബിന്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് ഒരു വലിയ ചോദ്യം വെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, വിശ്വാസം, കടമകൾ ഇവയെല്ലാം ഒരുമിച്ച് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തിനാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യം നൽകേണ്ടത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായേക്കാം. ചിന്തിച്ചു നോക്കൂ.